ജാനി, എടി ജാനി. എന്താ അമ്മേ? ഇവിടെ വാടി. എന്താടി ഇത്? ഇത് ഡ്രസ്സ്. നീ എന്താടി എന്നെ കളിയാക്കാണോ? ഇത് ഡ്രസ്സാണെന്ന് നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് മനസ്സിലാവാൻ? ഇതൊക്കെ അലക്കിയതാണോടി? അല്ല, ഇതൊക്കെ ആരടി ചെയ്യേണ്ടത്? ഞാനാണോ? ഞാൻ ചെയ്തോളാം. എപ്പോഴാടിയത്? നിനക്ക് തോന്നുമ്പോഴോ? ഇത്രയും ദിവസം നീ പരീക്ഷയാണെന്നും പറഞ്ഞ് സുഖിച്ചു നടന്നു. നിന്നെ കൂടെ ചോദിച്ചു കൊണ്ട് നടക്കാൻ വിജയേട്ടനും ഉണ്ടായിരുന്നു. ഇനി അത് നടക്കുന്നാണോടി നിന്റെ വിചാരം? നിന്റെ വായി നാക്കില്ലടി. എന്തെങ്കിലും ഒന്ന് ഉരിയാടിയ നിനക്ക് എന്താടി കുഴപ്പം? അലക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. പറയുന്നത് കേട്ടാ തോന്നൂലോടി അത് നീ എനിക്ക് ചെയ്തു തരുന്ന എന്തോ ഔദാര്യമാണെന്ന്. ഞാൻ പറയുന്ന ജോലി ചെയ്യേണ്ടത് നിന്റെ കടമയാ. മനസ്സിലായോ? ഉം. ഇതൊക്കെ ഒന്നുകൂടെ അലക്ക്. കുറച്ചു ദിവസം മെയ്യനങ്ങാതെ സുഖിച്ചതല്ലേ? ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട രത്നമ്മേ. അവൾ ഇത്രയും ദിവസം സുഖിച്ചെന്റെ കേട് തീർക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ അമ്മേ? ഇത്രയും ദിവസം അവളെ പൊതിഞ്ഞു പിടിച്ചോണ്ട് നടക്കാൻ വിജയനുണ്ടായിരുന്നു. അതിന്റെ അഹങ്കാരമായിരുന്നു അവക്ക്. ഇനി അത് തീർത്തു കൊടുക്കണം. ഒടുവിലത്തെ 2 പരീക്ഷ അവള് നല്ലപോലെ എഴുതി കാണും. വിജയനുണ്ടായിരുന്നോണ്ടേ അവള് രാത്രിയിലും പകലും പഠിത്തമല്ലായിരുന്നോ? 2 പരീക്ഷയ്ക്ക് മാത്രം നല്ല മാർക്ക് വാങ്ങിച്ച 10ാം ക്ലാസ് ജയിക്കുവോ രത്നമ്മേ? അതൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ പരീക്ഷകളൊക്കെ അവള് നല്ലതുപോലെ എഴുതിയെന്നാ ഞാൻ അറിഞ്ഞത്. അത് നീ എങ്ങനെ അറിയാനാ രത്നമ്മേ? നീ ചമ്പക്കുളത്തല്ലായിരുന്നു? അതിനല്ലേ അമ്മ ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ഉള്ളത്. ജാനകി എല്ലാ പരീക്ഷകളും നന്നായിട്ട് എഴുതിയെന്നൊക്കെയാ അനിത ടീച്ചർ എന്നോട് പറഞ്ഞത്. ആദ്യമൊക്കെ നമ്മൾ അവളെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ജോലി ചെയ്യിപ്പിക്കുമല്ലായിരുന്നോ രത്നമ്മേ? പിന്നെ പഠിക്കാൻ അവക്ക് എപ്പോഴാ സമയം കിട്ടിയേ? ജാനിയുടെ ഏതോ ഫ്രണ്ട്സ് പറഞ്ഞുള്ള അറിവേ അനിത ടീച്ചർക്കുള്ളൂ. അവള് ചിലപ്പോ സമയം തീരുന്നതുവരെ പേപ്പറിൽ എന്തേലും കുത്തി കുറിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ പോകുന്നില്ല. തോറ്റാ കുഴപ്പമില്ലായിരുന്നോ? കഷ്ടിച്ചെങ്ങാനും ജയിച്ചാ അവളെ പിന്നെയും പഠിപ്പിക്കണമെന്ന് വിജയം വാശി പിടിക്കില്ലേ? ഹാ, മാർക്ക് കുറവാണെങ്കിൽ ഇനി പഠിപ്പിക്കണ്ടെന്ന് നമുക്ക് പറയാം. കഷ്ടിച്ച് പാസ്സാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. 10ാം ക്ലാസ്സിൽ ഇപ്പൊ 90% പിള്ളേര് ജയിക്കുമല്ലേ. പക്ഷെ വരാന്തേ കൂടെ പോകുമ്പോഴായാലും ക്ലാസ്സിൽ പറയുന്നതൊന്ന് കേട്ടാ മതി. ആ ജന്തുവിന്റെ ഓർമ്മയത് മായയല്ല. അതുകൊണ്ട് എനിക്ക് പേടി. ഇവളെ പോലുള്ളവർക്ക് എന്തിനാ രത്നമ്മേ ദൈവം ഇത്രയും ബുദ്ധി കൊടുത്തേ? ബുദ്ധി കൊണ്ട് അവള് ജയിക്കട്ടെ. പക്ഷെ ജയിച്ചവരെ തോൽപ്പിക്കുകയും വട്ടപ്പൂജയാക്കുകയും ചെയ്യുന്ന ബുദ്ധിയാ രത്നമ്മയുടേത്. ജാനിയും വിജയേട്ടനും ഒക്കെ അത് മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ.